ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രോദയത്തിൽ പുതിയ അതിഥിയായിട്ട് കടന്നു വന്ന ആമി ചന്ദ്രോദയത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്ന എപ്പിസോഡുകളാണ് ഉടനെ വരാൻ പോകുന്നത്. അങ്ങനെ ഇവർ സച്ചിയുടെ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരിയാണ് ഈ ആമി. ചെറുപ്പത്തിൽ സച്ചി ആമിയുടെ കൂടെ തന്നെയായിരുന്നു കളിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ. അവർ തമ്മിൽ അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ചെറുപ്പത്തിലുണ്ടായിരുന്നത്. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ കല്യാണത്തിന് ശേഷവും കാണിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഭാര്യയ്ക്ക് പിടിക്കുമോ? അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കും പിടിക്കുന്നില്ല. ആമി സച്ചിയുടെ മേൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നത് രേവതിക്ക് ഇഷ്ടാവുന്നില്ലേ? കൂടെ നടക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും അങ്ങനെ ഒന്നും തന്നെ രേവതിക്ക് ഇഷ്ടാവുന്നില്ല. ആമിയായിട്ട് ഇടപഴകുന്ന പല സന്ദർഭങ്ങളും രേവതി തടസ്സപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ആമിക്ക് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആമി എന്ന് വെച്ചാൽ ഭയങ്കര സ്മാർട്ട് ഗേളാണ്. പുറത്ത് വളർന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ രേവതിയുടെ അതൊന്നും പെട്ടെന്നൊന്നും തിരിച്ചറിയുന്നില്ല. ആമിയുടെ കാര്യം മാത്രം നോക്കിയിട്ട് ആ കാര്യം നടക്കാൻ വേണ്ടി സച്ചിയെ എല്ലായിടത്തു നിന്നും മാറ്റിക്കൊണ്ടുപോകുന്നുണ്ട്. സംസാരിക്കാനുള്ള സിറ്റുവേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം ആമിക്കെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആമി തൻ്റെ ആ ഫ്രണ്ടിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരിക്കും ആമി പെരുമാറുന്നത്. പക്ഷെ രേവതിക്ക് ഇതൊന്നും ഇഷ്ടാവുന്നില്ലേ? സച്ചിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു. അതുമാത്രമല്ല, രേവതിയുടെ കണ്ണും പൂട്ടി പൂമാല കെട്ടിത്തരാൻ വരെ ആമി പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രാവിലെ ആകുമ്പോഴേക്കും സാരിയൊക്കെ ചുറ്റി, നമ്മുടെ ആമി സാരിയൊക്കെ ചുറ്റി പൂവൊക്കെ വെച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് സച്ചിയുടെ കൂടെ അമ്പലത്തിൽ പോവാണ്. രേവതിക്ക് ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരുവാണ്. കാരണം സച്ചിയുടെ കൂടെ താനല്ലേ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ തൻ്റെ കാലിന് വയ്യ. പകരം സച്ചിയുടെ കൂടെ തൻ്റെ അതേ രീതിയിൽ ഒരു പെൺകുട്ടി പടിയിറങ്ങി അമ്പലത്തിലോട്ട് പോകുന്നത് കാണുമ്പോഴേക്കും രേവതിയുടെ നെഞ്ചൊന്ന് പിടയുവാണ്. രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് ആ കാഴ്ച കാണുമ്പോഴേക്കും. നമ്മുടെ ശ്രുതി ആ സിറ്റുവേഷൻ നല്ലോണം മുതലെടുക്കുന്നുണ്ട്. കാരണം ശ്രുതി എങ്ങനെയെങ്കിലും ആമി ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടി നോക്കുവാണ്. കാരണം അവരുടെ മനസ്സിൽ നമ്മുടെ നീലിമ പറഞ്ഞു വിട്ട ആളാണ് ഈ ആമി എന്നാണ്. അപ്പോൾ ഈ ആമിയെ പേടിച്ചിട്ടാണ് ശ്രുതിയും ഇപ്പം അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആമിയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നുള്ള വിചാരമാണ് ശ്രുതിക്ക്. അതിനുവേണ്ടി 18 അടവും ശ്രുതി പ്രയോഗിക്കുന്നുണ്ട്. കാരണം സച്ചിയും ആമിയും ചേർത്ത് പല കഥകളും നമ്മുടെ രേവതിയോട് പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്. സച്ചിയും രേവതിയും എക്സസൈസ് ചെയ്യുന്നതും അവർ കൈ പിടിച്ച് ആമി ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശ്രുതി രേവതിയെ കൊണ്ടുവന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട്. നോക്കി രേവതി, അവരിപ്പോഴും ചെറുപ്പമാണെന്ന വിചാരം. കാണിക്കുന്നത് നോക്കി സച്ചിയുടെ കാമുകി തന്നെയായിരുന്നു ഈ ആമി എന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. നമ്മുടെ രേവതിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാവുന്നുണ്ടേ. രേവതി ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ആമിയോട് സംസാരിക്കുന്നത്. പക്ഷെ ആമിക്ക് അതൊരു വിഷയമേ അല്ല. ആമിയുടെ കാര്യം ഹാപ്പി ആയിട്ടാണ് ആമി ഇരിക്കുന്നത്. എല്ലാവരോടും ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപഴകുന്നുമുണ്ട്. ആമിക്ക് അതേസമയം ചന്ദ്രയെ ഇഷ്ടമല്ല. ചന്ദ്രയാണെങ്കിൽ ഇപ്പോൾ ടൂറ് പോയിരിക്കുന്നതുകൊണ്ട് ചന്ദ്രയെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും ആ വീട്ടിൽ വരുന്നില്ല. അങ്ങനെ രേവതിയുടെ മനസ്സിൽ ഇങ്ങനെ ആമിയോടുള്ള ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. കാരണം തൻ്റെ സച്ചിയേട്ടൻ തന്നിൽ നിന്നും അകന്നു പോകുമെന്നുള്ളൊരു പേടിയാണ് രേവതിക്ക്. കാരണം ചെറുപ്പത്തിൽ അത്രയും സ്നേഹമായിരുന്നല്ലോ ഇവർ തമ്മിൽ. ആമി ഫുഡ് കഴിക്കുന്ന ടൈമിൽ രേവതിയോട് പറയുന്നുണ്ടേ, എടി രേവതി, നിനക്കൊരു കാര്യം അറിയാവോ? ചെറുപ്പത്തിലേ ഞാനും സച്ചിയും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കളിക്കുമായിരുന്നു. ഈ സച്ചിയെ ആദ്യം കല്യാണം കഴിച്ചത് എന്നെയാ, അല്ലാതെ നിന്നെയല്ല. ഞാനാണ് സച്ചിയുടെ ആദ്യ ഭാര്യ എന്നൊക്കെ ആമി പറയുന്നുണ്ട്. കാരണം ഇവർ ചെറുപ്പത്തിൽ ഇങ്ങനെ കല്യാണം കഴിച്ചൊക്കെ കളിക്കുമല്ലോ. അതുപോലെ തന്നെ സച്ചി അച്ഛമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു പൂമാല കൊണ്ടുവന്ന് നമ്മുടെ ആമയുടെ കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥയൊക്കെ രേവതിയോട് പറയുമ്പോഴേക്കും രേവതിക്ക് വീണ്ടും മനസ്സിലിങ്ങനെ ടെൻഷൻ കൂടുവാണ്. അപ്പോൾ ഞാനല്ലേ ഈ സച്ചിയേട്ടൻ്റെ ഭാര്യ? ഈ സച്ചിയേട്ടൻ അപ്പോൾ എന്നെക്കാളും മുമ്പ് ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചത് ഈ ആമിയാണോ? ആമി എന്തൊക്കെയായി പറയുന്നത്? ആമിയുടെ മനസ്സിൽ സച്ചിയേട്ടൻ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ രേവതി ഉറപ്പിക്കുവാണ്. അപ്പോൾ ആമി പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ ഞങ്ങൾ എന്നും ഒന്നിച്ച് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാലൊടിഞ്ഞപ്പോഴേക്കും സച്ചേട്ടനെ എന്നെ തോളിലെടുത്തൊക്കെ കൊണ്ടുവരുന്നത് സ്കൂളിൽ. ഞങ്ങളുടെ അടുപ്പമൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടുകാർ പറഞ്ഞിരുന്നതാ, വലുതാവുമ്പോൾ ഈ ആമി സച്ചിക്കുള്ളതാന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ സച്ചിനെ കെട്ടാനായിരുന്നു ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ കാനഡയിൽ പോയ സമയം നോക്കി ഈ സച്ചി രേവതിയെ സ്വന്തമാക്കിയില്ലേ. എനിക്ക് വിധിയില്ല, എല്ലാം രേവതിയുടെ ഭാഗ്യം എന്നൊക്കെ ആമി പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനാ ആമി ഈ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പറയുന്നത്? അപ്പോൾ ആമി പറയുന്നുണ്ട്, പിന്നെ പറയണ്ടേ, ഈ രേവതി എല്ലാം അറിഞ്ഞിരിക്കണ്ടേ? ദേ ഞാൻ ഇപ്പോഴും റെഡിയാണ് കേട്ടോ സച്ചി, നിന്നെ കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. രേവതിയുടെ മുഖത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി ആ ഭാവം മാറ്റം ശ്രദ്ധിക്കുന്നുമുണ്ട്. സച്ചി പയ്യെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്.
അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. ആമിയുടെ കൂടെയാണല്ലോ കിടക്കുന്നത്. അങ്ങനെ കിടന്നുറങ്ങുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര ടെൻഷൻ. ഇവളെന്തായാലും എൻ്റെ സച്ചിയേട്ടൻ അടിച്ചുകൊണ്ടും പോകുമെന്നാണ് തോന്നുന്നത്. നല്ല കളറുണ്ട്, നല്ല സ്മാർട്ടാണ്, കാനഡയിലാണ്. സച്ചിയേട്ടൻ ഇനി ഇവളുടെ ഇതിൽ മയങ്ങിപ്പോകുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് രേവതിക്ക്. അങ്ങനെ രേവതി അന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുവാണ്. തൻ്റെ പ്രിയപ്പെട്ട അമ്പലത്തിൽ, രേവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമ്പലം ഉണ്ടല്ലോ അവിടെ, ആ അമ്പലത്തിൽ വെച്ച് സച്ചിയേട്ടൻ ആമിയുടെ കഴുത്തിൽ താലി ചാർത്തി പൂമാലയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ കയറി വരുന്നൊരു സീനാണ് രേവതി സ്വപ്നം കാണുന്നത്. ആമിയുടെ കൈയും പിടിച്ച് സച്ചി ചന്ദ്രോദയത്തിലെ പടിവാതിൽ കടന്നു വരുവാണ്. അപ്പോൾ രേവതി അടുക്കളയിൽ നിന്നിങ്ങനെ നോക്കി ഈ കാഴ്ച കണ്ട് ഞെട്ടുവാണ്. സച്ചിയേട്ടനും ആമിയും കൂടി ഒന്നിച്ച് കഴുത്തിൽ പൂമാലയൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ട് രേവതിക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. കണ്ണുകൾ നിറയുന്നുണ്ട്. സച്ചിയേട്ടാന്ന് പറഞ്ഞ ഒച്ച എടുത്തിട്ട് രേവതി ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേക്കുവാണ്. അപ്പോൾ ആമി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എന്താ രേവതി, എന്താ കാര്യം പറയാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഒന്നുമില്ല ആമി. അപ്പോൾ ആമി പറയും, ഓ, ഇത്രയും നാൾ സച്ചിയുടെ കൂടെയല്ലേ കിടന്നത്, ഇപ്പോൾ സച്ചിയുടെ കൂടെ കിടക്കാത്തതുകൊണ്ട് ആ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ, എനിക്ക് മനസ്സിലാകും രേവതി, സച്ചി എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനാണല്ലേ എന്നൊക്കെ ആമി പറയുന്നുണ്ട്. സാരമില്ല, കുറച്ച് ദിവസത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആമി രേവതിയെ പിടിച്ച് വീണ്ടും ഉറക്കുവാണേ. അപ്പോൾ രേവതി സമയം നോക്കുമ്പോഴേക്കും പകൽ 2 മണിയാണ് ഈ സ്വപ്നം കാണുന്നത്. അപ്പോൾ രേവതി മനസ്സിലിങ്ങനെ വിചാരിക്കും, ഈശ്വര, പകൽ കാണുന്ന സ്വപ്നങ്ങൾ നടക്കും എന്നാണല്ലോ, എൻ്റെ സച്ചിയേട്ടൻ ഈ ആമി ഇനി കല്യാണം കഴിക്കുമോ, എന്നെ വേണ്ടെന്ന് പറയോ സച്ചിയേട്ടൻ എന്ന ചിന്തകളുമായിട്ട് രേവതി വീണ്ടും കിടന്നുറങ്ങുവാണേ. ഉറങ്ങാൻ നോക്കിയിട്ടൊന്നും രേവതിക്ക് ഉറക്കം വരുന്നില്ല. കാരണം അത്രയും മനോഹരമായൊരു സ്വപ്നമാണല്ലോ രേവതി കണ്ടത്. സച്ചേട്ടൻ തൻ്റെ കൈവിട്ട് പോകുമെന്നുള്ളൊരു പേടിയാണ് രേവതിക്ക്. അത് മാത്രമല്ല, ഇന്ന് ആമി പറഞ്ഞ കഥ രേവതിയുടെ മനസ്സിൽ നല്ലോണം കൊണ്ടിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ താനാണ് സച്ചിയുടെ ആദ്യ ഭാര്യ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രേവതിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതായിരിക്കുള്ളൂ മിക്കവാറും രേവതി ഈ സ്വപ്നമൊക്കെ കണ്ടത്. സത്യത്തിൽ രേവതി ഈ ആമിയുടെ കൂടെ കിടക്കാമെന്ന് പറഞ്ഞത് തന്നെ സച്ചേട്ടൻ്റെ ജീവിതത്തിൽ ആ വലിയ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആമി അത് രേവതിയോട് പറയുന്ന ലക്ഷണമേ ഇല്ല. രേവതി അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആമി കിടന്നുറങ്ങുകയും അല്ലെങ്കിൽ വിഷയം മാറ്റും, അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ രേവതിയുടെ മനസ്സിൽ, താൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നുമില്ല, അന്ന് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ രേവതി വിചാരിക്കുവാണ്. എന്തായാലും നാളെ രാവിലെ ആവട്ടെ, സച്ചിയേട്ടനോട് ഞാനിത് പറയും എന്നൊക്കെ പറയുവാണ്. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും രേവതി സച്ചിനെ വിളിച്ചിട്ട് പറയുവാണ്, സച്ചിയേട്ടാ, സച്ചിയേട്ടന് ആമിയെ ഇഷ്ടമായിരുന്നു, സച്ചിയേട്ടൻ്റെ കാമുകിയായിരുന്നു ഈ ആമി പണ്ടെന്നൊക്കെ ചോദിക്കുവാണ്. രേവതിയുടെ ചോദ്യം കേട്ടിട്ട് സച്ചി ഇങ്ങനെ, എന്താ രേവതി, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, പറ സച്ചിയേട്ടന് പണ്ട് ആമി എന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലേ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുവാണ്. അപ്പോൾ സച്ചി മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു, സച്ചിയേട്ടൻ ആമിയും കല്യാണം കഴിച്ച ഈ ചന്ദ്രോദയത്തിൻ്റെ പടി കയറി വരുന്നത്. അപ്പോഴേക്കും സച്ചി ചിരിക്കുവാണ് പൊട്ടി. എൻ്റെ രേവതി, നീ എന്തൊരു പൊട്ടിയാ രേവതി, നിനക്ക് തോന്നുന്നുണ്ടോ കല്യാണത്തിന് മുമ്പ് ഞാൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെന്ന്? ഈ ആമി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് മാത്രമാണ്. എനിക്ക് ആരുമില്ലാത്ത സമയം, എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് ആരുമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അത് നിനക്കറിയാലോ, ഞാൻ അച്ഛമ്മയുടെ വീട്ടിലാണ് വളർന്നത്. അവിടെ എനിക്ക് കളിക്കാനും എനിക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനും ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഈ ആമി. അല്ലാതെ നീ പറയുന്നത് പോലെ പ്രണയമല്ല. ഒരാണും പെണ്ണും ഫ്രണ്ട്സോടെ ഇരിക്കാൻ സാധിക്കും എന്നതിനുള്ളൊരു ഉത്തര ഉദാഹരണമാണ് ഞാനും ആമിയും. നീ വെറുതെ ഞങ്ങളുടെ ബന്ധത്തിനെ തെറ്റിദ്ധരിക്കല്ല രേവതി എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷം.